നമുക്കിന്ന് ഉള്ളിക്കറി ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഉള്ളി അതിലേക്കിടാം. ഒന്ന് വാട്ടണം. ആദ്യം വെളിച്ചെണ്ണ കിടന്ന് വാടണം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർക്കാം. നന്നായി ഒന്ന് വാടിക്കിട്ടും വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ശരിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വാടി കിട്ടിയാൽ മതി. മൊരിയണ്ട, വാടിയാൽ മതി കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉള്ളിക്കറിക്ക് അടുത്തതായി വേണ്ടത് തേങ്ങ വറുത്തരച്ചെടുക്കണം. അതിനുവേണ്ടി ചിരവിയ തേങ്ങ, അതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ട ഉപ്പ്, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇവയെല്ലാം കൂടി ചേർത്ത് വറുത്തെടുക്കാം. നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ആ ഉണക്കി വെച്ചിരിക്കുന്ന പീര ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. ആ പീര വേണമെങ്കിലും ചേർക്കാം ഇതിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിക്ക് ആ ഡാർക്ക് കളറ് കിട്ടില്ല. മുരിഞ്ഞ് കഴിഞ്ഞാലാണ് ആ റെഡ് കളറ്, ഡാർക്കായിട്ടുള്ള ഒരു കളറുണ്ടല്ലോ ബ്രൗൺ, അത് കിട്ടണമെങ്കിൽ ഇത് മൊരിയിച്ച് തന്നെ എടുക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വറുത്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ചെറുതായി മൂത്തിട്ടുണ്ട്. ഇനി നന്നായി മൂക്കണം. കണ്ടോ, ഇനിയും കുറച്ചും കൂടി മൂക്കാനുണ്ട്. കുറച്ചല്ല, നന്നായി മൂക്കാനുണ്ട്. കണ്ടോ, ഇപ്പം പീര മൂത്ത് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇപ്പം പീര ചട്ടിയിൽ പിടിക്കുന്നില്ല. ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കണ്ടോ തെന്നി കിടക്കുന്നത്. അടിയിൽ പിടിക്കുന്ന പാകം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൽ ഒരു പിഞ്ച് ഉലുവ കണ്ടോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി ഇത് നന്നായി മൂക്കും വരെ ഇളക്കി കൊടുക്കണം. അതുപോലെ നന്നായിട്ട് പൊടികളൊക്കെ മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് മാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. അല്ലെങ്കിൽ കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു. ഉള്ളി വാട്ടി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് വാളൻപുളി ഒരു വലിയ നെല്ലിക്കയുടെ അത്രയും എടുത്തിട്ട് അത്
കലക്കിയതാണ്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതധികം കളറില്ലാത്ത പുളിയാണ്, പക്ഷെ നല്ല രുചിയാണ്. കടും പുളിയല്ല, ഒരു മധുരമുള്ള പുളിയാണത്. തേങ്ങ വറുത്തരച്ചത് നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിയിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം കുറച്ചുകൂടെ. എന്നിട്ട് നന്നായി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. നന്നായി ഇത് കുറുകി വരണം. കണ്ടോ, ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം ചേർന്ന് നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം.